ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃധോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താവരജ്യോതിഷം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുച്ചാനേകധായ ശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണത്രൈലോക്യ ദീപോ രവി. ഓം ആദിത്യായ നമഃ ആദിത്യായ നമഃ ആദിത്യായ നമഃ. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പുതുവർഷം മലയാളിക്ക് ആരംഭിക്കുകയാണ്. 1200 ആണ്ട് 1199 കർക്കിടക മാസം 32 2024 ആഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാത്രി 7:40 സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം മലയാളിക്ക് പുതുവർഷമാകുന്നു. വറുതിയുള്ള കർക്കിടകത്തിൽ നിന്നും ഒരു മോചനമാണ്, പ്രത്യാശയാകുന്നു സൂര്യൻ്റെ ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം. ധാരാളം പ്രാധാന്യങ്ങൾ ചിങ്ങമാസത്തിനുണ്ട്. ഇത് കർഷക ദിനമായി ഇന്ന് കേരള സർക്കാർ ചിങ്ങം 1 വർഷങ്ങളായി ആചരിച്ചു വരുന്നു. ചിങ്ങം സമൃദ്ധിയുടെ പ്രത്യാശയുടെ മാസമാകുന്നു. ചിങ്ങമാസത്തിലെ വിശേഷ ദിനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സുപരിചിതമാണ്. ചിങ്ങമാസത്തിലാണ് പൊന്നോണം, തിരുവോണം വരുന്നത്. ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി വരുന്നത് ചിങ്ങമാസത്തിലാണ്. ശ്രീനാരായണ ഗുരു ജയന്തിയും ചട്ടമ്പിസ്വാമി ജയന്തിയും അയ്യങ്കാളി ജയന്തിയും വരുന്നത് ചിങ്ങമാസത്തിലാണ്. ധാരാളം പ്രത്യേകതകൾ ചിങ്ങമാസത്തിനുണ്ട്. കാരണം ചിങ്ങമാസത്തിലാണ് നാം കാർഷികമായ പ്രവൃത്തികൾ ആരംഭിച്ച് അത് മേടത്തിലേക്ക് വിഷുവെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഋതുക്കളിൽ വർഷ ഋതു ആണെങ്കിലും കർക്കിടക മാസത്തെ പോലെ ആ ഘോരമായ മഴയിൽ നിന്നും ചിങ്ങമാസത്തിന് മോചനം ലഭിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ ആദിത്യൻ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം നാം പറഞ്ഞു. ചിങ്ങം രാശിക്ക് ധാരാളം പ്രത്യേകതകൾ സൂര്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ചിങ്ങം രാശിയാകുന്നു. സിംഹേ വിംശതിരാദിത എന്നാണ് സൂര്യൻ്റെ മൂലക്ഷേത്ര ബലം പറഞ്ഞിരിക്കുന്നത്. ചിങ്ങമാസം 20 വരെ സൂര്യന് ബലമുള്ള രാശിയാകുന്നു ചിങ്ങം രാശി. എന്തുകൊണ്ടാണ് സൂര്യന് ഇത്ര പ്രഭാവമെന്ന് നാം മനസ്സിലാക്കണം. നവഗ്രഹത്തിൽ ആത്മപ്രഭാവവും വ്യക്തിത്വവും പൗരുഷവും പിതാവിനെയും ശിവനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. താതശ്ച ആത്മപ്രഭാവ, ഒരു വ്യക്തിയുടെ പ്രഭാവമാകുന്നു സൂര്യൻ. നമ്മുടെ ഓറയിൽ, ശരീരത്തിൻ്റെ ആധാരങ്ങളിൽ ആധാരെ പ്രഥമം സഹസ്രകിരണം, മൂലാധാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ ബാലൻസിനെ പ്രതിനിധാനം ചെയ്യുന്നു സൂര്യൻ. ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഗുരുത്വാകർഷണത്തെ സൂര്യൻ പ്രതിനിധാനം ചെയ്യുന്നു. സൂര്യനാണ് സകല ചരാചരങ്ങൾക്കും പ്രകാശം കൊടുത്ത് ഈ ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നത്. സൂര്യനില്ലാത്ത ഒരു ദിനം ലോകർക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. സൂര്യനില്ലെങ്കിൽ സമസ്ത ജീവജാലങ്ങളും പ്രകൃതിയും ഒന്നും ഉണ്ടാവുകയില്ലെന്ന് നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് സൂര്യൻ്റെ കാരകധർമ്മം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ ആത്മാവ്, പിതാവ്, രാജാവ്, രാജസേവ, ധൈര്യം, ശൗര്യം, ക്രൂരത, സദസ്സിൽ വിജയം, അധികാരത്തോടുള്ള ഭ്രമങ്ങൾ, ഉത്സാഹം, പ്രശസ്തി, ഔന്നത്യം, ആത്മികമായ കർമ്മങ്ങൾ, ഉയർന്ന ദേശങ്ങൾ, പർവ്വതം മുതലായ ഉയർന്ന ദേശങ്ങൾ, വനസഞ്ചാരങ്ങൾ, കൃഷി ചെയ്യുക, വാഹനങ്ങൾ, നാൽക്കാലികൾ, കഠിന വൃക്ഷങ്ങൾ, കൂവളം, ഹോമം, ശിവനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാനവ വിഭവശേഷി, നഖം, നമ്മുടെ ത്വക്ക്, ചർമ്മം, ചെമ്പ്, സ്വർണം, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ, രത്നങ്ങളിൽ മാണിക്യം, ഋതുക്കളിൽ വസന്തർത്തു, ശാരീരികമായി ഹൃദയം, അസ്ഥി, ഉദരരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പൈൽസ്, ധാന്യങ്ങളിൽ ഗോതമ്പ്, ഇതൊക്കെ സൂര്യനുമായി ബന്ധപ്പെടുന്ന
കാരക ധർമ്മങ്ങളാകുന്നു. ഇവിടെ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു. നാം ഓരോ രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമണം ചാരവശാലുള്ള മാറ്റവുമായി ബന്ധപ്പെട്ട ശുഭാശുഭ ഫലങ്ങളെയാണ്. ധനുരാശി എന്നാൽ മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു. ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. 9ാം ഭാവത്തിൽ സൂര്യൻ വളരെ ബലവാനാണ്. ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, ധർമ്മത്തെയും സുഖത്തെയും ധാർമ്മികതയെയും മതപരമായ പ്രവർത്തനങ്ങളെയും ധനത്തെയും സുഖത്തെയും ഭജിക്കുന്നു. ഈ സമയം ആത്മീയ ആചാര്യന്മാർക്ക്, പ്രവാചകന്മാർക്ക്, പ്രചാരകർക്ക്, തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ നല്ല ഒരു സമൃദ്ധിയെ സൂര്യൻ പ്രദാനം ചെയ്യും. ക്രിയാതുംഗതാം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കർമ്മമേഖലയിൽ, ക്രിയയിൽ, ജോലിയിൽ തുംഗതാം, ഉയർന്ന പദവി. ഓരോ വ്യക്തിക്കും അവരുടേതായ കർമ്മമേഖല വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൽ പ്രയോഗത്തിലൂടെ, അറിവിലൂടെ, അധ്വാനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു അദമ്യമായ കരുത്ത് ധനുരാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നു. സ്വതവേ ധനുരാശിക്കാർ പിതൃധനി, പൈതൃകമായ ധനം ലഭിക്കേണ്ടവരാണ്. ഇവിടെ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. പിതൃകാരകനായ സൂര്യൻ 9ാം ഭാവത്തിൽ, പിതൃഭാവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല. അതിനാൽ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്ത് അച്ഛന് ബുദ്ധിമുട്ടില്ലാത്ത, തൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആരോഗ്യത്തെ, അവസ്ഥയെ സംജാതമാക്കാൻ ശ്രമിക്കണം നാം. കാരണം നമ്മുടെ ജാതകത്തിലേക്കാണ് ദോഷം. സൂര്യൻ നമ്മുടെ ജാതകത്തിൻ്റെ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. പിതൃകാരകനായ സൂര്യൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് അച്ഛന് ദോഷമാണ്. തനിക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടാക്കും. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള വലിയ ഗുണം വരും. ദിവാനായകെ ദുഷ്ടത കോണയാതെ ന ചാപ്നോതി ചിന്താവിരാമ അസ്യ ചേതഃ. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയ്ക്ക് വിരാമമില്ല. വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കും ഇദ്ദേഹം. അതിനാൽ അധികം ചിന്തിക്കേണ്ട. സൂര്യൻ ഉഷ്ണഗ്രഹമാണ്, പിത്തകാരകനാണ്. കൂടുതൽ ചിന്തിച്ചാൽ തല ചൂടാകും. അതിനാൽ ചിന്ത കുറക്കുക. തനിക്ക് ഇഷ്ടമില്ലാതെ തപസ് ചെയ്യേണ്ടുന്ന അവസ്ഥ വരുന്നു. അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സന്ദർശിക്കുക. മറ്റുള്ളവരുടെ പ്രേരണ മൂലം യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. അടുത്തുള്ള ശിവാലയങ്ങളിൽ ദർശനം നടത്തുക. കൂവളമാല ജലധാര ചെയ്യുക. ഓം നം ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക. ജോലിയിൽ ഒരു പരമമായ പൊസിഷൻ ഈ ഒരു മാസക്കാലം ഐ പ്രോമിസ് യു ധനുരാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. കാരണം ധനുരാശിക്കാർക്ക് ഇന്ന് വളരെ ദുർബലമായി വ്യാഴം 6ൽ നിൽക്കുന്നു. ഇതൊക്കെ ക്ലേശങ്ങളാണ്. അതിൽ നിന്നും മാറി ചില പുത്തൻ പദ്ധതികൾക്ക് ധനുരാശിക്കാർക്ക് 9ൽ നിൽക്കുന്ന ആദിത്യൻ പ്രദാനം ചെയ്യുന്നു. കാരണം ധനുരാശിക്കാർ ഒരു കൃതീക രാശിയുടെ ഉടമസ്ഥരാണ്. യജ്ജനനം കൃതീഗഭേ ദൈവനിയോഗാതുവേത്യ സകല ജനാഹ ധനമസ്മൈ ദദ്യുഹു. ഒരു ദൈവനിയോഗം പോലെ തൻ്റെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന രാശിയാകുന്നു ധനുരാശി. ഇവിടെ ഉത്രാടം നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രയോജനം ഈ 9ാം ഭാവത്തിലെ ആദിത്യൻ നൽകുന്നതാണ്. പ്രാർത്ഥനകൾ ചെയ്ത്, വഴിപാടുകൾ ചെയ്ത് ഈ ഒരു മാസക്കാലത്ത് ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലുള്ള പ്രഭാവ ദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.